നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിനാണ് ഇന്നലെ തിരിതെളിഞ്ഞത്. 7 ഘട്ടങ്ങളായുള്ള രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അശ്രാന്ത പരിശ്രമമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതിനായി ദുർഘടം പിടിച്ച പാതയിലൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ യാത്രയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റോഡും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഇല്ലാത്ത അരുണാചൽ പ്രദേശിലെ സിയാങ് ജില്ലയിലുള്ള ഗേറ്റ് എന്ന ഗ്രാമത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനാണ് ഉദ്യോഗസ്ഥ സംഘം സാഹസിക യാത്ര നടത്തിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉദ്യോഗസ്ഥരുടെ സാഹസിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. സിയാങ് ജില്ലയിലെ പയും അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ബൂത്തിലെ 164 വോട്ടർമാർക്കായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 23 അംഗ സംഘമാണ് ഗേറ്റ് ഗ്രാമത്തിലേക്ക് തിരിച്ചത്. ആരോഗ്യസ്ഥിതി പരിശോധിച്ച് പ്രത്യേകം തെരഞ്ഞെടുത്ത ചുമട്ടുതൊഴിലാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കയറുകളുടെയും വടങ്ങളുടെയും സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ അരുണാചലിലെ ദുർഘടമായ മലനിരകൾ താണ്ടിയത്. സിയാങ് ജില്ലാ ആസ്ഥാനത്തേക്കും പയും സർക്കിൾ ആസ്ഥാനത്തേക്കും റോഡ് സൗകര്യങ്ങളില്ലാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ഇവരുടെ ഓരോ നീക്കങ്ങളും പോലീസിന്റെ വയർലെസ് സംവിധാനത്തിലൂടെ ജില്ലാ ഭരണകൂടം അറിയുകയും ചെയ്തു. ഗേറ്റിന് പുറമെ ഗഷങ് എന്ന ഗ്രാമത്തിലേക്കും 23 അംഗ സംഘം ഇത്തരം സാഹസിക യാത്ര നടത്തി. പയും സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് 52 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിലെ ബൂത്തിൽ 257 വോട്ടർമാരാണുള്ളത്. ഒരു ദിവസം 15 കിലോമീറ്റർ സഞ്ചരിക്കണമെന്നാണ് ഇരു ഗ്രാമങ്ങളിലേക്കും പോയ സംഘത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശം. എന്നാൽ സംഘം അതിലേറെ ദൂരമാണ് ഓരോ ദിവസവും താണ്ടിയതെന്ന് സിയാങ് ഡെപ്യൂട്ടി കമ്മീഷണർ PN തുങ്കോൻ പറയുന്നു. കയറു കെട്ടിയാണ് ചെങ്കുത്തായ മല കയറുന്നത്. അത്തരത്തിൽ മലകയറ്റം പരിശീലിച്ചവരെയാണ് സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം അറിയിച്ചു. സാധാരണഗതിയിൽ ഓരോ പോളിംഗ് ബൂത്തിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ ക്രമരഹിതമായി കമ്പ്യൂട്ടറാണ് തിരഞ്ഞെടുക്കുക. എന്നാൽ ഈ ഗ്രാമങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ ശാരീരിക ക്ഷമത പരിശോധിച്ച് പ്രത്യേകമായാണ് തിരഞ്ഞെടുത്തത്. പുറം ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു സംവിധാനവും ഈ ഗ്രാമങ്ങളിലില്ല. അരുണാചൽ പോലീസ് 3 ദിവസം സഞ്ചരിച്ച് ഗ്രാമങ്ങളിലെത്തിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി വയർലെസ് സംവിധാനം സ്ഥാപിച്ചത്. സിയാങ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 13 പേരടങ്ങിയ സംഘമാണ് ഗ്രാമങ്ങളിൽ വയർലെസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. ഇതോടെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോക്കി ടോക്കിയിലൂടെ ആശയവിനിമയം സാധ്യമാകും. സേനയിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട കോൺസ്റ്റബിൾമാരും ചുമട്ട് തൊഴിലാളികളുമാണ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. സമാനമായ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിലും കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിയത്. ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് അരുണാചൽ പ്രദേശിലെ വനമേഖലയുള്ള കുഗ്രാമമാണ് മലോഗം. ഇവിടെയുള്ള ഒരേയൊരു വോട്ടർക്കായി 300 മൈൽ താണ്ടിയാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഇന്നലെ ഇവിടെ ഏക വോട്ടർ സഖേല തയാങ് വോട്ട് രേഖപ്പെടുത്തി. ഗ്രേറ്റ് നിക്കോബാറിലെ ഷോംബെൻ ഗോത്രം ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയതും ചരിത്ര നിമിഷമായി. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷൻ മുതൽ ഒരു ദ്വീപിലെ ഷിപ്പിംഗ് കണ്ടെയ്നറിലെ ബൂത്ത് വരെ പരന്നു കിടക്കുന്നതാണ് രാജ്യത്തെ പോളിംഗ് സ്റ്റേഷനുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 15,256 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലെ താഷിംഗാങ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് സ്റ്റേഷൻ. മേഘാലയയിൽ വെസ്റ്റ് ജൈന്തിയ ഹിൽസ് ജില്ലയിലെ കാസിംഗ് ഗ്രാമത്തിലെ നദീതീരത്തുള്ള പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ നദി നീന്തി കടന്നാണ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള മറ്റൊരു ഗ്രാമത്തിലെത്താൻ 1 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര ആവശ്യമാണ്. ഗിർവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ബനേജിൽ ഒരേയൊരു വോട്ടർക്കായി പ്രത്യേക പോളിംഗ് സ്റ്റേഷനും കമ്മീഷൻ ഇതിനു മുമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓരോ പൌരനെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏറ്റവും വിദൂരവും അപ്രാപ്യവുമായ സ്ഥലങ്ങളിൽ പോലും ഉദ്യോഗസ്ഥരെത്തി വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കുന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.